അധികാരത്തിൻ്റെ വാൾത്തലപ്പിൽ അറ്റുവീണ ചാവേറുകളുടെ നിണമണിഞ്ഞ നിളയല്ലിത്. മന്ത്രമുഖരിതമായ അന്തരീക്ഷം, പൂജാതി കർമ്മങ്ങൾ, സന്യാസി ശ്രേഷ്ഠന്മാർ, മഹത്തുക്കൾ. ഇന്ന് നിള അതീവ സന്തോഷവതിയാണ്. നിളയുടെ മാറിലൂടെ ഭക്തജനപ്രവാഹമാണ്. 10 പതിനായിരങ്ങളല്ല, ലക്ഷങ്ങൾ. ഈ ഭക്തജനങ്ങളെ നിളാതീരത്തേക്ക് ആകർഷിക്കുന്ന ആ ഊർജ സ്രോതസ് എന്താണ്? എൻ്റെ യാത്രകളിൽ ഞാൻ മനസ്സിലാക്കിയ ആ ഊർജ പ്രവാഹത്തെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഊർജ പ്രവാഹത്തിൽ അലിയണമെന്നുണ്ടെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മപുണ്യങ്ങളുടെ ഫലമായിരിക്കണം. ഇത് പറയുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. നമുക്കെല്ലാം അറിയാം, മൂകാംബിക ക്ഷേത്രത്തിലെത്തണമെങ്കിൽ അമ്മ വിളിക്കണമെന്ന് പറയുന്നത് പോലെയാണ്. ഇവിടെയുള്ള ഈ സ്പിരിച്വാലിറ്റിയുടെ അദൃശ്യ കരങ്ങൾ നമ്മളെ അങ്ങോട്ട് വലിച്ചടിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള യാതൊരുവിധ വിനോദോപാധികളോ ഇല്ല ഇവിടെ. നിളാസ്നാനവും പൂജകളും ആരതിയും മാത്രമേ ഉള്ളൂ. ഒരു ചായ കിട്ടണമെങ്കിൽ പോലും തിരുനാവായിലോ തവനൂരോ എത്തണം. എന്നിട്ടും ആബാലവൃദ്ധൻ ജനങ്ങളും ഇവിടെ എത്തുന്നുവെങ്കിൽ അവിടെ കുടികൊള്ളുന്ന ശക്തി നമ്മുടെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കുമൊക്കെ എത്രയോ അപ്പുറമാണ്. ഇനി ഭാരതപ്പുഴ, ഭാരതത്തിൻ്റെ പേരിലുള്ള ഏക നദി, ഗംഗയടക്കമുള്ള സപ്തനദികളുടെ സംഗമസ്ഥാനം. മാഘമാസത്തിൽ അമൃതണിഞ്ഞ നിള. ഈ നിളാസ്നാനം എത്ര പുണ്യം! ബ്രഹ്മ വിഷ്ണു മഹേശ്വര ശാക്തേയ ശക്തികളുടെ സംഗമതീർത്ഥം. സ്വന്തം ആന്തരിക ശുദ്ധീകരണവും 7 തലമുറകളിലെ പിതൃക്കൾക്ക് മോക്ഷവുമേകുന്ന പരമപവിത്ര സ്നാനം. ഇതിനപ്പുറം നമുക്ക് എന്താണ് വേണ്ടത്? ഉത്തരേന്ത്യയിൽ നടക്കുന്ന കുംഭമേളകൾ പോലെ ഇതാ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലും. ആരതി നടത്തുന്ന പണ്ഡിറ്റുകളും നാഗസന്യാസിമാരും അഘോരി സന്യാസിമാരും മന്ത്രമുഖരിതമായ രാവുകളും. എന്തൊക്കെയാണിവിടെ സംഭവിക്കുന്നത്? സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നോ ഇവയൊക്കെ? നമ്മളതെല്ലാം അനുഭവിക്കുകയാണിപ്പോൾ. രാത്രിയുടെ യാമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ഢമരുനാദങ്ങൾ, ആ നാദങ്ങൾക്കൊപ്പം ദേഹമാസകലം ഭസ്മമണിഞ്ഞ അഘോരി സന്യാസിമാരുടെ അഘോരി പൂജ, നമ്മൾ കണ്ടിട്ടില്ലാത്ത യക്ഷിപൂജ. ആ യക്ഷിപൂജയ്ക്ക് സാന്നിധ്യം നൽകേണ്ട വാളേന്തിയ കരുത്തരായ യോദ്ധാക്കൾ. സർവൈശ്വര്യപ്രദായകമായ ശ്രീചക്രപൂജ. ഏതെല്ലാം തരത്തിലുള്ള പൂജാവിധാനങ്ങളാണിവിടെ നടക്കുന്നത്! ഈ പൂജകളിൽ അർപ്പിക്കുന്ന ഹോമദ്രവ്യ ധൂമപടലങ്ങൾ അണിഞ്ഞ അന്തരീക്ഷം, മന്ത്രമുഖരിതമായ അന്തരീക്ഷം, നമ്മൾ ഭയഭക്തിയിൽ ആറാടുന്ന അന്തരീക്ഷം. ഹോമദ്രവ്യ ധൂമപടലങ്ങൾ നമ്മുടെ ഓരോ ശ്വാസത്തിലും നമ്മളെയും അന്തരീക്ഷത്തെയും ശുദ്ധീകരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ആധ്യാത്മികതയുടെ ശംഖുലിനാദം ഈ നിളാതീരത്തുയരുകയാണ്. ഇതൊരു തുടക്കം മാത്രം. യാതൊരുവിധ പരസ്യ പ്രചാരങ്ങളുമില്ലാതെ അസുരശക്തികളുടെ മതിൽക്കെട്ടുകളെ തകർത്തെറിഞ്ഞ് നിള ഒഴുകുകയാണ് അനുസ്യൂതമായി. ഇവിടുത്തെ ത്രിമൂർത്തി ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഏകദേശം 500 വർഷം പഴക്കമുള്ള നാവാമുകുന്ദ ക്ഷേത്രം, സർവൈശ്വര്യപ്രദായിനിയായ ലക്ഷ്മി ദേവിയോടൊപ്പമുള്ള ചതുർബാഹുവായ ഭഗവാൻ മഹാവിഷ്ണുവാണിവിടെ പ്രതിഷ്ഠ. പിതൃതർപ്പണത്തിന് പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രവും കൂടിയാണ്. നിളാ നദീതീർത്ഥം അഭിഷേകത്തിനുപയോഗിക്കുന്ന താമര ഇതളാൽ അർച്ചന നടത്തി നെയ്വിളക്ക് കത്തിച്ച് പാൽപ്പായസം നേദിക്കുന്ന മുകുന്ദക്ഷേത്രം. മുകുന്ദൻ എന്നാൽ മോക്ഷം നൽകുന്നവൻ എന്നർത്ഥം. ചതുർമുഖ ബ്രഹ്മാവിനെ ആരാധിക്കുന്ന നിത്യപൂജയുള്ള അത്യപൂർവ ബ്രഹ്മക്ഷേത്രമാണ് തിരുനാവായിക്ക് സമീപമുള്ള തവനൂർ ബ്രഹ്മക്ഷേത്രം. പ്രളയകാലം മുതൽ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. ബ്രഹ്മക്ഷേത്രത്തിൻ്റെ നേരെ അക്കരെയാണ് നാവാമുകുന്ദ ക്ഷേത്രം. തിരുനാവായിൽ വെച്ച് ബലിതർപ്പണം നടത്തുമ്പോൾ അക്കരെ ബ്രഹ്മക്ഷേത്രം നോക്കിയാണ് ബലിയിടുന്നത്. അതുപോലെ തന്നെ ചെറുതിരുനാവായ ശിവക്ഷേത്രം ബ്രഹ്മക്ഷേത്രത്തിനടുത്തു തന്നെയാണ്. ശിവക്ഷേത്ര തീരത്താണ് തവനൂർ സൈഡിലുള്ള നിള ആരതി നടക്കുന്നത്.
ഈ 3 ക്ഷേത്രങ്ങളുമാണ് ത്രിമൂർത്തി ക്ഷേത്രങ്ങളായി കണക്കാക്കപ്പെടുന്നത്.